സുഹൃത്തുക്കളെ, ഞാൻ ഷമീമിൻ്റെ 3 സിനിമകൾ കണ്ട എക്സ്പീരിയൻസിലിരിക്കുകയാണ്. ഒരു പ്രത്യേക ശൈലിയിൽ വളരെ യുണീക്കായിട്ടുള്ളൊരു മേക്കിംഗ് സ്റ്റൈൽ, ഒരു മേക്കറെ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഈ 3 സിനിമയും ചാവറ കൾച്ചർ സെൻറ്ററിൽ നമുക്ക് ലൈബ്രറി ഹാളിൽ അത് സ്ക്രീൻ ചെയ്തു. എനിക്കത് കാണാനായിട്ടുള്ളൊരു അവസരമുണ്ടായി. എനിക്ക് ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഫീല്. അത് ലൈഫിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഡിപ്രഷൻ, ഈ വാക്ക് തന്നെ ഒരു പുതിയ തലമുറയുടെ ഒരു വാക്കായിട്ടും പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ അതിൻ്റെ മെത്തഡോളജി വേറെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് ഏലിനേറ്റഡ് ആകുന്ന ആളുകൾ എങ്ങനെയാണത് ഫേസ് ചെയ്യുന്നതെന്നുള്ള ഒരു ഷെയ്ഡ് അതിനകത്ത് വരികയുണ്ടായി. രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ അതൊരു ഒരു ജേണിയാണ്. ആ ജേണി എഴുത്തുകാരൻ്റെ സ്ട്രഗിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന ടെറൈന്, അയാൾ മൂവ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതിനകത്ത് ഭയങ്കര സട്ടിലായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ളൊരു തോട്ട് പാറ്റേൺ ഉണ്ട്. അത് നമ്മൾക്കുണ്ടെന്ന് വിചാരിക്കുന്ന ക്രിയേറ്റിവിറ്റിയുടെ ബാഹ്യമായിട്ടുള്ള ആവരണങ്ങളെ തല്ലി ഉടച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ കിട്ടിയെന്ന് വിചാരിക്കുന്ന ആ കണ്ടൻറ്റിനെ ലാഘവത്തോടെ ഒഴുക്കിക്കളയാൻ, പുറത്തേക്ക് അല്ലെങ്കിൽ വിട്ടുകളയാനും അതിനപ്പുറത്തേക്കുള്ളൊരു വലിയൊരു ജേണിയിലേക്ക് മൂവ് ചെയ്യാനുമായിട്ടുള്ള മേക്കറുടെ ഒരു ദാഹം. അപ്പോൾ അദ്ദേഹം ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ ഒരു സിനിമയുടെ തുടക്കം ഒരു ആക്ട് ഔട്ടോടു കൂടിയാണ്. ട്രെയിനറും തിയേറ്റർ ആർട്ടിസ്റ്റും കൂടെ ആയിട്ടുള്ള അദ്ദേഹം ഒരു ആക്ട് ഔട്ടോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ആക്ട് ഔട്ടിൽ നിന്ന് അദ്ദേഹം ചെയ്ത സിനിമയിലേക്കുള്ളൊരു ജേണി ആയിരുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇതൊരു റിഹേഴ്സലാണെന്നാണ്. അത് റിഹേഴ്സലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം അതുവരെ ജേർണി ചെയ്തതിൻ്റെ എഫേർട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകണം. അത് മനസ്സിലാകാൻ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. അത്രമാത്രം യാത്രകൾ, വ്യത്യസ്തമായ ടെറൈനുകൾ, ഈ ടെറൈനുകളെ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ടെറൈനുകളെയും അതിൻ്റെ ടോണും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശരിക്ക് എങ്ങനെയാണോ ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ സാധാരണ ജീവിതം അതിനെ ലിറ്ററലായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അദ്ദേഹം പോകാനുള്ള യാത്ര, അല്ലെങ്കിൽ ഈ റിഹേഴ്സൽ കഴിഞ്ഞ് ഒരിക്കൽ അദ്ദേഹം അരങ്ങിലേക്ക് വരികയും വേദിയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പ്രൊഡക്ഷനെ മുന്നിലോട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ക്ലാസിക്കലായിരിക്കും എന്നുള്ളതിൻ്റെ എല്ലാ നുവാൻസസും ഈ 3 സിനിമകളുടെ ജേണിയിലൂടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഷമീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പറയുകയാണ്. വളരെ ചുരുക്കം ആളുകളാണ്, 1000 ഫിലിം മേക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 1-2 പേരാണ് ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. അവരുടേതായ യുണീക്കായിട്ടുള്ള ജീവിതത്തെ പറയാൻ ശ്രമിക്കുകയാണ്. അതിനകത്ത് യഥാതഥമായ ടൈമിങ് അതിനകത്ത് പോവുകയാണ്. അത് ഈ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അത് അത്ര രസകരമായിട്ട് ഡൈജസ്റ്റ് ചെയ്തെന്നിരിക്കില്ല. പക്ഷേ നമ്മളെപ്പോഴൊക്കെ വിഷ്വൽ നമ്മളെ ഒരു മെഡിറ്റേഷനിലേക്കോ ഒരു ഫിലോസഫിയിലേക്കോ ഒരു ചിന്തയിലേക്കോ ഒരു ജീവിതത്തിൻ്റെ ഒരു ഏടിലേക്കോ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത്തരം സിനിമകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുകയാണ്. അപ്പോൾ അത് സാധാരണക്കാരന് ചിലപ്പോൾ അതങ്ങോട്ട് പെട്ടെന്ന് കൺവേഡ് ആയെന്നിരിക്കില്ല. അപ്പോൾ ഷമീം എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. ആ എഫേർട്ടിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് അതിൻ്റെ കർട്ടൻ റൈസർ മാത്രമാണ്, ഒരു പ്രൊലോഗ് മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ശരിക്ക് കോണ്ടൻറ്റും അതിൻ്റെ എപ്പിലോഗൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ യാത്ര ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അന്വേഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ, പല വിധത്തിലുള്ള അന്വേഷണങ്ങളാണ്, ജീവിതത്തോടും ആറ്റിറ്റ്യൂഡിനോടുമൊക്കെയുള്ള അന്വേഷണങ്ങളാണ്. ആ അന്വേഷണം ഡീപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകുന്ന യൂണിവേഴ്സലായിട്ട് ഹ്യൂമാനിറ്റിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറി ഉണ്ടായി വരുമെന്ന് വിചാരിക്കുകയാണ്. അതിനെല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ എഫേർട്ടിനും ഇതിൻ്റെ ഒരു പ്രയാസങ്ങളുണ്ട്, ഇതിൻ്റെ ഒരു കഷ്ടപ്പാടുകളുണ്ട്. അതെല്ലാം അദ്ദേഹം തന്നെ ഏറ്റെടുത്ത് തനിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് വേണ്ട സങ്കേതങ്ങളെല്ലാം സ്വന്തം ബാഗിൽ സൂക്ഷിച്ചുകൊണ്ട് അത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഈ യാത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെയും ചാവറ ഫിലിം സ്കൂളിൻ്റെയും പ്രത്യേക ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഷമീമിന് നല്ലൊരു സിനിമയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.